അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ റീറ്റെയിൽ മാർക്കറ്റ് ഫ്രൂട്ട് വെൻഡേഴ്സ് വെയർ സെല്ലിംഗ് മാംഗോസ് കെപ്റ്റ് ഇൻ പാക്കിംഗ് ബോക്സസ് ദീസ് ബോക്സസ് കണ്ടെയ്ൻഡ് വേരിയിങ് നമ്പർ ഓഫ് മാംഗോസ് The following was the distribution of mangoes according to the number of boxes. Find the mean number of mangoes kept in a packing box. Which method of finding the mean did you choose? എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു റീറ്റെയിൽ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഫ്രൂട്ട് വെൻഡേഴ്സ് എന്ത് ചെയ്യുകയാണ്, മാംഗോസ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്ത ബോക്സിലാണ്. ഈ ബോക്സിനകത്ത് എല്ലാ ബോക്സിലും ഒരേ നമ്പർ ഓഫ് മാംഗോസ് അല്ല ഉള്ളത്. ദ ഫോളോയിങ് വാസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാംഗോസ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ബോക്സസ്. ഓരോ ബോക്സസിനനുസരിച്ചുള്ള മാംഗോസിൻ്റെ എണ്ണമാണ് പറയുന്നത്. 15 ബോക്സിൽ 50-52 മാംഗോസാണ് ഉള്ളത്. 110 ബോക്സിനകത്ത് 53-55 റേഞ്ചിലുള്ള മാംഗോസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീൻ നമ്പർ ഓഫ് മാംഗോസ് കണ്ടുപിടിക്കണം. അത് കണക്ക് തന്നെ ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാൽ ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫ്രീക്വൻസി എല്ലാം നല്ല വലുതാണ്. അന്നേരം നമ്മൾ XI വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ XI എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല, അതിന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് നോക്കാം. അത് വലുതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ XI FI വെച്ച് ചെയ്യുന്നത് ഭയങ്കര വലുതായിട്ട് വരും. അവസാനം നമുക്ക് ചെയ്തെടുക്കാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഇൻ്റർവെലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ എടുത്തത് 10-20, 20-30 അങ്ങനല്ലേ. ഇവിടെ 50 to 52, അടുത്ത 52 അല്ല ഇവിടെ വരുന്നത്, 53-55 അന്നേരം നമുക്ക് ഈ ക്ലാസ് ഇൻ്റർവെലിൻ്റെ റേഞ്ചൊക്കെ സെയിം ആക്കണം. അതായത് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 52, ഇവിടെ 53 വരുന്നു. അന്നേരം നമുക്ക് ഈ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഇവിടുത്തെ ലോവർ ലിമിറ്റ് സെയിം ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കും, -0.5. എല്ലാ അപ്പർ ലിമിറ്റിൽ നിന്നും 0.5 കുറയ്ക്കും. അല്ല, എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നാണേ 0.5 കുറയ്ക്കും. അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 കൂട്ടും. നമുക്ക് നോക്കാം, 50 നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 49.5 കിട്ടും. അത് കണക്ക് കൂട്ടുമ്പം 52.5 കിട്ടും. ഇവിടുന്ന് 53 നിന്ന് 0.5 കുറയ്ക്കുമ്പം 52.5 കിട്ടും. അതിൻ്റെ കൂടെ കൂട്ടുമ്പം 55.5 കിട്ടും. അവിടെ ആകുമ്പോൾ 55.5, 58.5, 61.5, 61.5, 61.5, 64.5 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലാസ് ഇൻ്റർവെൽ അന്നേരം നമുക്ക് ശരിയായി കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് ക്ലാസ് മാർക്ക്, അതായത് XI കണ്ടുപിടിക്കണം. ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ XI കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. ഇവിടെ നോക്കിക്കേ, 52.5ഉം 49.5ഉം ആണുള്ളത്. ഇത് കൂട്ടണം, 102 കിട്ടും. 102/2 അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്യണം. അന്നേരം 5 2s are 10 ആണ്. ഇനി 2 ഉണ്ട്. അന്നേരം 51 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത അതേ കണക്ക് ചെയ്ത് നോക്കുക. 52.5 പ്ലസ് 55.5 108 കിട്ടും. 108/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 54 കിട്ടും. 51, ഇവിടെ 54, ഇവിടെ ആകുമ്പോൾ 57 കിട്ടും. ഇവിടെ ആകുമ്പോൾ 60 കിട്ടും. ഇവിടെ ആകുമ്പോൾ 63 കിട്ടും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന XI. ഇനി ഒന്ന് നോക്കിക്കേ, XI FIയും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നല്ല വലുതായിരിക്കും. അത് വെച്ച് ചെയ്യുമ്പം കിട്ടുന്നത് ശരിയാവുമോ? ഇല്ല. അന്നേരം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് DI കണ്ടുപിടിക്കുക. DIയുടെ ഇക്വേഷൻ എന്താണ്? XI - A. നമുക്കിനി A വേണമല്ലോ. A ഇവിടെ നമുക്ക് നടുക്കുള്ള XIയുടെ നടുക്കുള്ള വാല്യൂ എടുക്കുക. അത് നമ്മൾ 57 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ചെയ്യുന്നത് എന്തുവാ? 51 ഉണ്ട്. 51 - 57 ചെയ്യുക. അന്നേരം എന്തായാലും ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ മൈനസ് വരും. പിന്നെ 57 നിന്ന് 51 കുറയ്ക്കുമ്പം 6 കിട്ടുന്നത്. അന്നേരം -6 വരും. പിന്നെ 54 നിന്ന് 57 കുറയ്ക്കുമ്പോൾ -3 കിട്ടും. ഇവിടെ 0 കിട്ടും. ഇവിടെ 3, ഇവിടെ 6. ഓക്കെ, ഇനി FI DI ചെയ്യണം. 15 × 6, 15 × 6 എത്ര? 90, -90 കിട്ടും. ഇവിടെ ആണെങ്കിൽ 110 × 3,
ഇവിടെ -330 കിട്ടും. ഇവിടെ 0 വരും. ഇവിടെ ആണെങ്കിൽ 115 × 3 345 കിട്ടും. ഇവിടെ ആണെങ്കിൽ 25 × 6 150 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ സിഗ്മ FI കാണാനുണ്ടായിരുന്നേ. ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി എഴുതാം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്? നമുക്ക് തന്നിട്ടുണ്ടോ എത്ര ഫ്രൂട്ട്സ് ഉണ്ടെന്ന്? അല്ല, എത്ര ബോക്സ് ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടില്ല. അന്നേരം അതെന്ത് ചെയ്യും? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആ വാല്യൂസ് എല്ലാം കൂട്ടി വെക്കുക. സിഗ്മ FI എന്ന് വെച്ചാൽ ഇതിൻ്റെ സമ്മെന്നർത്ഥം. അന്നേരം 15 ഉണ്ട്, 110 ഉണ്ട്, 135 ഉണ്ട്, 115 ഉണ്ട്, 25 ഉണ്ട്, 0, 2, 3, 4, 5, 7, 10, 0, 1, 1, 2, 3, 4, 400 കിട്ടും. ഓക്കെ, ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും. ഇനി ഇവിടുത്തെ സം എടുക്കാം. സിഗ്മ FI DI. ഓക്കെ, ഇവിടെ ഇത് നമ്മൾ റഫ് ചെയ്യുന്നതായിട്ട് കൂട്ടിക്കും കേട്ടോ. അന്നേരം ഇവിടെ നമുക്ക് -90 -30 ചെയ്യുമ്പം 330 90 ചെയ്തപ്പോൾ നമുക്ക് 420 കിട്ടി. -420 പ്ലസ് 345 150 495 കിട്ടും. മൈനസും പ്ലസും കൂട്ടുമ്പോൾ ഇത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനാണ്. അതായത് -420 പ്ലസ് 495 വരുന്നത്. രണ്ട് ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അന്നേരം വലുത് 495, അന്നേരം പോസിറ്റീവ് തന്നെ കൊടുക്കണം. പക്ഷേ 420 കുറയ്ക്കുമ്പോൾ 5, 9ൽ നിന്ന് 2 കുറയ്ക്കുമ്പം 7. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് 75 ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ അറിയാലോ. എക്സ് ബാർ എന്ന് പറയുന്നത് A പ്ലസ് സിഗ്മ FI DI ബൈ സിഗ്മ FI ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 57 പ്ലസ് 75/400 ആണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.187 എന്ന് കിട്ടും. ഇത് കൂട്ടുമ്പോൾ 57.187 എന്നായിരിക്കും മീൻ കിട്ടുന്നത്. യൂസിങ് ഏത് മെത്തേഡാണ്? അസ്യൂംഡ് മീൻ മെത്തേഡ് കേട്ടോ. അതുപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ.